ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് സവാദ് വീണ്ടും KSRTCയിൽ സമാനമായിട്ടുള്ള ഒരു സംഭവത്തിൽ പോലീസിനെ പിടിയിലായി എന്നുള്ളത്. മുന്നേയുള്ള ഒരു സംഭവം ഒരു പരസ്യമായിട്ടുള്ള നഗ്നതാ പ്രദർശനമായിരുന്നു എന്നതിലാണ് കേസുണ്ടായിരുന്നത്. ഇതിന്റെ രണ്ടാമത്തേത് ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് കേസ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പലരും റിയാക്ട് ചെയ്തപ്പോൾ എടുത്തു വെച്ചൊരു കാര്യമായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൂമാലയിടാൻ വരുമോ എന്നുള്ളത്. ഇതിനു മുന്നേ ഉണ്ടായ സംഭവത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സവാദിനെ മാലയിട്ട് സ്വീകരിച്ചവരാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ. അസോസിയേഷന്റെ നേതൃനിരയിലുള്ള വട്ടിയൂർക്കാവ് അജിത് കുമാറുമായിട്ട് ജാങ്കോ TV ഒരു ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ആ ഫോൺ സംഭാഷണം അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഈ അജിത് കുമാർ എന്ന വ്യക്തിയുള്ള ചില ചോദ്യങ്ങളാണ് റിയാക്ഷൻ ആയിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ആദ്യം നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരണം കൊടുത്തിട്ടുണ്ടല്ലോ, ആ സ്വീകരണം കൊടുത്തോട് ബന്ധപ്പെട്ട ന്യായീകരണമാണ് ആദ്യത്തേത്. അന്ന് കേട്ടതിന് ശേഷം നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ആ പെൺകുട്ടി കൊണ്ട് ഡയറക്റ്റ് പരാതി കൊടുത്തിട്ട് ഒരു റിമാൻഡ് പോലും അദ്ദേഹത്തെ ജയിലിൽ കിടക്കാതെ സബ് ജയിലിൽ കിടക്കാതെ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി പോവുകയും ചെയ്തതാണ്. അദ്ദേഹം ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തെ ശിക്ഷിച്ചു ഇല്ല. ഏതൊരു പെൺകുട്ടിയും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു പുരുഷനെയും ആരോപണ വിധേയനാണല്ലോ അദ്ദേഹം. അപ്പൊ ആരോപണ വിധേയനായിട്ട് അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ റിമാൻഡ് പ്രതിയായിട്ടാണ് പോയിട്ടുള്ളത്, ശിക്ഷാ പ്രതിയായിട്ടല്ല, ശിക്ഷിച്ചിട്ടല്ല പോയിട്ടുള്ളത്. ശരിയാണ്, ഒരാളെ റിമാൻഡ് ചെയ്യുന്നത് അയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടല്ല, ആരോപണ വിധേയനാണ് എന്നുള്ള റിമാൻഡ് ചെയ്യപ്പെടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, അതുപോലെയുള്ള വിഷയങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെയാണ് ഈ വിഷയങ്ങൾ നമ്മുടെ നിയമം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുന്നതോട് ബന്ധപ്പെട്ട് അതിൽ പ്രതികളാക്കപ്പെടുന്നവരെ കോടതി കാണുന്നത് കുറ്റക്കാരനായിട്ടാണ്. മറ്റു കേസുകൾ അങ്ങനെയല്ല, അയാളെ ഒരു നിരപരാധിയായിട്ടാണ് കോടതി കാണുന്നത്. അതിനുശേഷം ഇയാൾ കുറ്റവാളിയാണ് എന്ന് ആരാണ് ഇയാൾക്ക് നേരെ ആരോപണം ചുമത്തിയത് അയാൾ തെളിയിക്കണം. ഉദാഹരണമായിട്ട് ഒരാൾ എന്നെ തല്ലിയെന്ന് ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കോടതി ഈ തല്ലി എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നത് നിരപരാധിയായിട്ടാണ്. എന്റെ കടമയാണ് അയാൾ എന്നെ തല്ലി എന്നുള്ള കാര്യം തെളിയിക്കുന്നത്. അതേസമയം മറ്റു കേസുകൾ അങ്ങനെയല്ല, കോടതി ഈ വ്യക്തിയെ കാണുന്നത്, ഈ ആരോപിതനെ കാണുന്നത് കുറ്റവാളിയായിട്ട് തന്നെയാണ്. അതേസമയം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ശരിയാണ് അയാൾ റിമാൻഡ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കുറ്റക്കാരനാവുന്നില്ല, അതേസമയം തന്നെ ഇയാൾ നിരപരാധിയാവുന്നുണ്ടോ? കോടതി ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചെന്നതുകൊണ്ട് അയാൾ എങ്ങനെയാണ് നിരപരാധിയാവുന്നത്? അയാൾ നിരപരാധിയുമല്ല, കുറ്റവാളിയുമല്ല, കുറ്റാരോപിതൻ മാത്രമാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് കോടതിയിൽ ഒരു കേസിരിക്കെ ഈ മെൻസ് അസോസിയേഷൻ അയാളെ പൂമാലയായിട്ട് സ്വീകരിക്കാൻ തോന്നുന്നത്? ആ ചേതോ വികാരം മനസ്സിലായില്ല. ഒരാളെ റിമാൻഡിൽ നിന്നും ജാമ്യത്തിൽ വിട്ടയച്ചാൽ അയാൾ എങ്ങനെയാണ് കുറ്റവിമുക്തനാകുന്നത് എന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. രണ്ടാമത് ഇയാൾ പറയുന്ന ഒരു ആരോപണം, ഈ പെൺകുട്ടി, അതായത് മുന്നേ ഈ വിഷയത്തിൽ സമാനമായിട്ടുള്ളൊരു കേസുണ്ടല്ലോ, ആ കേസിൽ വാദിയായിട്ടുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു ഗൂഢാലോചനയുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് കടന്നു പറയുന്നത് ഈ ബിഗ് ബോസ് സീസൺ വരുമ്പോഴാണ് സവാദ് പിടിക്കപ്പെടുന്നത് എന്നാണ്. എന്തായാലും അയാളുടെ ന്യായീകരണം കേട്ടിട്ട് ബാക്കിയുള്ളത് പറയാം. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കേസ് എന്താണ്? ഇത് അന്ന് വാദിയായിരുന്ന ആരോപണം ഉന്നയിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പങ്ക് ഇതിലുണ്ടോ ഇല്ലെന്നുള്ള പോലീസ് അന്വേഷിക്കണം. എങ്ങനെയാണെന്ന് പറഞ്ഞാല് അന്ന് ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കിയ ആ സമയത്ത് ഈ പെൺകുട്ടി ചാനലുകളിലെല്ലാം വന്നിരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാല് ഏത് വിധേനയും അവനെ ഞങ്ങൾ ജയിലിനകത്തിടും, ജയിലിൽ പൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചാനൽ മാധ്യമങ്ങളിൽ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി ഇതിപ്പോ ഒരു പ്ലാൻ ചെയ്ത് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതല്ല എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അത് ശരി, തനിക്കെതിരെ ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയുന്ന കാര്യമാണ്, സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരാൾ നമുക്കെതിരെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവനെ ജയിലിലടക്കുമെന്ന് പറയുന്നത് അയാളുടെ സ്വാഭാവിക പ്രതികരണമാണ്. ഇതാണ് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിന് ഒരു റീസൺ ആയിട്ട് പറയാനുള്ള ഗൂഢാലോചനയാണത്രേ. ഇതോടൊപ്പം തന്നെ അയാൾ പറഞ്ഞ കാര്യമാണ്, ഈ ബിഗ് ബോസിന്റെ സീസൺ ആകുമ്പോഴാണ് സവാദിനെ പിടിച്ചത്. നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ നോക്കിയിരിക്കുക സവാദിനെ. അങ്ങനെ അവർക്ക് കേസ് കൊടുക്കാനാണെങ്കിൽ നാട്ടിൽ ഇഷ്ടംപോലെ ആണുങ്ങളുണ്ടല്ലോ, ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്, അവർക്കെതിരെ കേസ് കൊടുത്തില്ല. എന്തുകൊണ്ട് സവാദിനെ തന്നെ ആൾക്കാർ ശ്രദ്ധിച്ചോണം? സവാദ് ഇത്ര വലിയ സെലിബ്രിറ്റി ആണോ? ഈ വിഷയം വരുന്നതിന് മുമ്പ് സവാദിനെ എനിക്കറിയില്ല, വേറെ ആരെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ വിഷയം വന്നതിന് ശേഷമാണ് ഈ പുള്ളിക്കാരനെയൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ സവാദിനെ തന്നെ ഇരയാക്കിയാലേ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടുമെന്ന് ബിഗ് ബോസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു അടിസ്ഥാനം വേണ്ടേ? ഒരാൾ സ്വാഭാവികമായി നടത്തുന്ന പ്രതികരണം, തനിക്കെതിരെ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തനിക്കെതിരെ അനീതി ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ അനീതി പ്രവർത്തിച്ച ആളെ ജയിലിലടക്കും എന്ന് പറയുന്നത്, അതൊക്കെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടണമെങ്കിൽ അല്ല, മെൻസ് അസോസിയേഷന്റെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനം കാണുമ്പോൾ തോന്നുന്നുണ്ട്, പലരെയൊക്കെ പൂമാലയിട്ട് സ്വീകരിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നുണ്ട് ഇവർ ഇതല്ല, ഇതിനപ്പുറം പറയും. സത്യത്തിൽ ഇത് നിങ്ങൾ ചെയ്യുന്നത് വിക്ടിം ഷെയ്മിംഗ് ആണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനേക്കാൾ ഗുരുതരമായ അവസ്ഥ. അടുത്തത് ഇയാൾ ന്യായീകരിക്കുന്ന ഈ സവാദിന്റെ ഓട്ടമാണ്. ഇതിന് മുന്നേയുള്ള കേസിലാണോ, ഈ കേസിലെ കാര്യമല്ല പറയുന്നത്. ഇതിന് മുന്നേയുള്ള കേസിൽ നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, സവാദ് കണ്ടക്ടറിന്റെ ആ പിടിപിടിപ്പിച്ച് കുതിറി ഓടുന്നു.
ആ ഓട്ടത്തിനെ സാധാരണഗതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ ഒരു ബസ്സിൽ വെച്ച് അങ്ങനെ ഒരാൾ ചാടി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ അവിടെ കിടന്ന് ഓടണം? പക്ഷേ അസോസിയേഷൻ നേതാവിന്റെ ന്യായീകരണം ഭീകരമായ ന്യായീകരണമാണ്. പിന്നെ ഈ നമ്മള് സ്ത്രീകൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ബസ്സിലല്ല എവിടെയാവട്ടെ ഏതൊരു സ്ഥലത്തായാലും തടി കേടാതിരിക്കണമെങ്കിൽ ഓടണം. അല്ലെങ്കിൽ അവിടെ ഈ പാവാടകളായിട്ടുള്ള കുറെ ടീമുകളുണ്ട്, പെൺകുട്ടികളുടെ മുൻപ് ഷൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന ടീമുകൾ. അവർ വരും, അവർ വന്നു കഴിഞ്ഞാൽ തല്ലും, ഒരു മാറ്റമില്ല. അതുകൊണ്ട് തടി കേടാതിരിക്കാൻ അദ്ദേഹം ഓടി പോലീസിന്റെ അടുത്തോട്ടാണ് പോയത്. അത് ശരി. അപ്പോൾ നമ്മൾ ആൾക്കാർ ഇടപെടുന്നവരൊക്കെ പാവാടകൾ കൊള്ള അടിപൊളിയായിട്ടുണ്ട്. എന്നാലും ഇവൻ്റെയൊക്കെ പൊളിറ്റിക്കൽ കറൻസ് എന്തോരം ഉണ്ടെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു വിഷയത്തിൽ ഒരു പെൺകുട്ടിക്ക് അനുകൂലമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മെൻസ് അസോസിയേഷനിലെ ആൾക്കാർ സ്വാഭാവികമായിട്ടും നടത്തുന്ന ഒരു പ്രതികരണമാണ് പാവാടകളെന്ന്. അപ്പോൾ ഇതിനകത്ത് ഇയാൾ പറയുന്നത് ഈ കേസിൽ പെടാതിരിക്കാൻ വേണ്ടി അവിടുന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഇയാൾ നേരെ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്ന്. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ എന്തുകൊണ്ടായിരിക്കും ഇയാളത്തിലേക്ക് ഓടിയത്? ഇനിയിപ്പോൾ കേരള പോലീസിന് പിടികൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് കരുതാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം കേരള പോലീസിന് പിടികൊടുത്തപ്പോൾ അവർ റിമാൻഡ് ചെയ്തില്ല. അപ്പോൾ ഈ പ്രാവശ്യം കേരള പോലീസ് റിമാൻഡ് ചെയ്യുന്ന ഭയന്നിട്ടാണ് അവർ ഓടിയിട്ട് അവിടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പോയി കേളാൻ അവർ വിചാരിച്ചത്. അതെന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്. അല്ല സാർ, 14-ാം തീയതി അദ്ദേഹം ഓടിയിട്ട് പൊള്ളാച്ചിയിലാണ് മുങ്ങിയത്. താങ്കളോട് ആരാ പറഞ്ഞത്? പിന്നെ ഇന്ന് പൊള്ളാച്ചിന്നല്ലേ പോലീസ് പിടിച്ചേക്കുന്നേ? പോലീസ് പൊട്ടി, അത് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വെക്കൂടെ? ആ ഓട്ടത്തിന് ഇയാൾ കണ്ടെത്തിയിരിക്കുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാദിന് ഒരു ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതായിരിക്കാം. ഇതിന് മുന്നേയുള്ള സംഭവത്തിൽ ഈ രണ്ട് പെൺകുട്ടിയുടെ ഇടയിൽ ആ സവാദ് വന്ന് ഇരുന്നത് എങ്ങനെയെന്നുള്ള കാര്യത്തിലേക്ക് ഭയങ്കരമായ ന്യായീകരണം നടത്തുന്നു. ഈ പെൺകുട്ടികൾ അവനെ നിർബന്ധിച്ച് ഇവർ രണ്ടുപേരുടെ ഇടയിൽ പിടിച്ചിരുത്തി അതിനുശേഷം അവന്റെ സിബൂരി എന്ന രീതിയിലാണ് ഇയാളുടെ പ്രകടനം. ഒരു രണ്ട് പെൺകുട്ടിയുടെ ഇടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഒരു ആണിരുന്നാൽ എന്താ കുഴപ്പം? ഒരു പ്രശ്നവുമില്ല. പക്ഷേ അയാൾ അതിനെ കാണുന്നത് ആ ഇരിക്കുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥയോട് ബന്ധപ്പെടുത്തിയാണ്. അവർ അത്തരത്തിൽ ചിന്തിക്കുന്നവരായതുകൊണ്ടാണ് ഈ സവാദിനെ പിടിച്ച് നടുക്കിരുത്തുന്ന രീതിയിലാണ് ഇയാൾ അവതരിപ്പിച്ചു വരുന്നത്. അങ്ങനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തി ബിസിനസ് ആവശ്യത്തിന് പോയതാണെന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്നത് സാധാരണ ഭക്ഷണമൊന്നല്ലായിരിക്കണം. എന്തായാലും ഇയാളുടെ രസകരമൊരു നിലപാട് ഇതിന്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ഇദ്ദേഹം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതിന്റെ ഫുട്ടേജല്ലേ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്കാർ പിടിക്കുന്നതോ അത് ഏത് രീതിയിലാണ് ഉപദ്രവിച്ചിട്ടുള്ളത് അത് വന്നിട്ടില്ലല്ലോ. അതിന് വ്യക്തത വരുത്തി കഴിഞ്ഞാൽ നമ്മള് ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കൂ. കാര്യം ഉറപ്പാണ്, മസ്താനിയുടെ കൂടെ ആണല്ലോ നമ്മൾ ആദ്യം 2 ദിവസം നിന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അനുഭവിക്കണം. നമ്മൾ ആരും ഇതിൽ ഇടപെടാൻ പോകില്ല. ആ പെൺകുട്ടിക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഏതെങ്കിലും സഹായം വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതും ചെയ്തു കൊടുക്കും. എന്തായാലും ആ നിലപാട് സംബന്ധിച്ച് പെൺകുട്ടികളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. മസ്താനയുടെ കൂടെ ആണെങ്കിൽ ഇപ്പോഴുള്ള പെൺകുട്ടിയുടെ കൂടെ ആണെങ്കിൽ നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. വളരെ നല്ല കാര്യം. പക്ഷെ അതിനു മുമ്പ് പറഞ്ഞ കാര്യം അവിടെ വേറെ വീഡിയോ ഒന്നുമില്ലല്ലോ. ഇത് ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ഇവർ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ CCTVയിൽ പറഞ്ഞിരിക്കുന്നത് ഇയാൾ ബസ്സിന് മുന്നിൽ നിൽക്കുന്ന ദൃശ്യമാണ്. പിന്നെ വേറെ ദൃശ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇയാളെ കുറ്റക്കാരനാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുന്നേയുള്ള കേസിൽ പറഞ്ഞത് സിബൂരുന്നത് കാണുന്നില്ലല്ലോ, പ്രദർശിപ്പിക്കുന്നത് കാണുന്നില്ലല്ലോ, അവർ വെറുതെ എടുത്ത വീഡിയോ ആണ് എന്നാണ്. അപ്പം ഇനിയിപ്പോൾ പെണ്ണുങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണ്, നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആണുങ്ങൾ പ്രവർത്തിക്കുന്നതിന് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കാണിക്കുന്ന എല്ലാം എടുത്ത് പുറത്തു വിടുക എന്നുള്ളതാണ്. പുറത്തു വിട്ടില്ലെങ്കിലും നിയമ സംവിധാനത്തിലും കൈമാറുക. സത്യത്തിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരാളുടെ സ്വകാര്യം അയാൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ പോലും അത് വേറെ ആൾക്ക് ഷൂട്ട് ചെയ്യാമോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല അതിൻ്റെ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതുപോലുള്ള ആളുകളുള്ള കാലത്ത് ഇനി അതും കൂടി ഷൂട്ട് ചെയ്ത് വെക്കേണ്ട സാഹചര്യമാണോ ഉള്ളത്? എന്താണ് വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.